നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ പാർട്ടി CJP ഒരു വലിയ ആഘോഷ പരിപാടി ഡൽഹിയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ സംഘടിപ്പിച്ചു എന്നൊരു വാർത്തയാണ് ഇത് മുഖ്യമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. തീനും കുടിയും ഡാൻസും എല്ലാം വരുമ്പോൾ ഏകദേശം ഒരാൾക്ക് 5000 രൂപയ്ക്ക് മേലെ ചെലവ് വരും എന്നാണ് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ മഹേഷ് ജത്മലാനി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവർക്ക് ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ സമരത്തിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം ജയിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിൽ, കാരണം അവരുടെ യഥാർത്ഥ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാനൊന്നും ആയിരുന്നില്ല എന്ന് കോമൺ സെൻസ് ഉള്ളവർക്കറിയാം. അവരുടെ യഥാർത്ഥ ലക്ഷ്യം മോഡി തന്നെയാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം തങ്ങൾ സാധിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള മതിമറന്നുള്ള ഒരു നൃത്തമാണ് ഈ സ്ഥലത്ത് നമ്മൾ കണ്ടത് എന്ന് മനസ്സിലാക്കണം. ഇത് ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇത്തരത്തിൽ നൃത്തം ചെയ്ത് ആഘോഷിക്കുന്നു. ഇവർ സ്ട്രീറ്റിലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിലെ നൃത്തങ്ങളും ആഭാസ നൃത്തങ്ങളും ഒക്കെ തന്നെയായിരുന്നു സ്ട്രീറ്റിലുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ധാരാളം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സോനം വാങ്ചുങ് എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഗാന്ധിയനാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെ ഒരാൾക്ക് വാസ്തവത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഗാന്ധിജിയുടെ നിരാഹാര സമരവും ഇവരുടെ ഈ തീനും കുടിയും നൃത്തവും ഒക്കെ അടങ്ങുന്ന ഈ സമരാഭാസവും തമ്മിൽ എന്ത് ബന്ധമാണ് വാസ്തവത്തിലുള്ളത്? അപ്പോൾ ഇവിടെ ഒരു ഗാന്ധിയൻ മോഡ് ഓഫ് സമരത്തിനെ ഹൈജാക്ക് ചെയ്ത് അത് രാഷ്ട്രത്തിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഇവർ പ്രയോഗിച്ചത് എന്നുള്ളത് നിശ്ചയമായിട്ടും ഇവരുടെ ഈ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. സോനം വാങ്ചുങ് അദ്ദേഹത്തിൻ്റെ നിരാഹാരം അവസാനിപ്പിച്ചതോടുകൂടി തന്നെ ആ സമരത്തിന് അദ്ദേഹം പിൻവാങ്ങിയിരുന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം കുടുങ്ങി എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വലിയ തെമ്മാടിത്തരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പത്രസമ്മേളനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞ അറസ്റ്റ് ചെയ്ത തെമ്മാടിത്തരമൊന്നുമല്ല. അത് ഒരു ജീവൻ അവസാനിക്കുന്നു എന്ന സമയത്ത് ആ ജീവനെ രക്ഷിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് നീക്കിയതാണ്, അതിൽ അപാകതയൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അദ്ദേഹത്തിൻ്റെ ലൈനുമായിട്ട് ബന്ധമുള്ള സംഗതിയല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിദ്യാഭ്യാസം, യുവാക്കൾ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചാടിയിറങ്ങും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിച്ചുകൊണ്ടുള്ള ആഭാസ നൃത്തങ്ങൾ പാതിരാത്രിക്കൊക്കെ അവിടെ അരങ്ങേറുന്നു എന്നുള്ളത് അതിൻ്റെ ആ സമരത്തിൻ്റെ ജെന്യൂനിറ്റിയെയും അതിൻ്റെ പുറകെ പോയ ആളുകളെയും ഒക്കെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്ന ഒരു സംഗതിയാണ്. 2873 പേരാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നതായി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ 180ഓളം പേർ കൊലപാതക കേസ് പ്രതികളാണ്. 100-200 പേര് കൊലപാതക ശ്രമക്കേസിൽ പ്രതികളാണ്. പോക്സോ കേസ് പ്രതികളായിട്ടുള്ളവർ, ബലാത്സംഗ കേസിൽ പ്രതികളായിട്ടുള്ളവർ. ഇത്തരം ആളുകളെ ഇതുവരെ തിരിച്ചറിയുന്നത് 2873 പേരെയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന അഭ്യാസങ്ങളൊക്കെ കാണിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ വിളിച്ചിട്ട് പോയതല്ല എന്നൊക്കെ അവർക്ക് വേണേൽ പറഞ്ഞൊഴിയാം. പക്ഷേ അവിടെ ഒരു ആൾക്കൂട്ടം, ഈ CJP എന്ന് പറയുന്ന രജിസ്റ്റേർഡ് അല്ലാത്തൊരു സംഘടനയാണ്, അത് നിയമപരമായിട്ടുള്ള സംഘടനയല്ല. രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു സംഘടനയാണെങ്കിൽ പോലും അങ്ങനെ ഒരു പേരിൽ ഒരു പാർട്ടി സമരം നടത്തുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തം അവിടെ ഏറ്റെടുക്കണം. അല്ലാതെ പിന്നെ അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. അവിടേക്ക് പോലീസ് വരാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അവർക്ക് അവിടെ സമരം നടത്തണം. പക്ഷേ ഇത്തരം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. അത് ഒരു നിലനിൽക്കുന്ന ഒരു വാദഗതിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും ശരി, ഇവർ ഡാൻസ് കളിച്ച സമയത്ത് ഇവിടെ ഈ ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് മുങ്ങുന്ന ഇവരുടെ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തെ കൂടെ ഒന്ന് വിളിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ അവിടെ കണ്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം ഉയരുന്നത് പണം എവിടുന്ന് എന്നുള്ളതാണ്. ഈ സമരത്തിനിടയിലൂടെ കൊടുത്ത ഭക്ഷണം ഉണ്ടല്ലോ. ഞാനിവിടെ കേരളത്തിൽ നിന്ന് പോയ ആളുകളുടെ പ്രതികരണം എന്ന് പോലും ഡോമിനോസ് പിസ്സ അടക്കമുള്ള സാധനങ്ങളോട് തിന്നാൻ കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു ഡോമിനോസ് പിസ്സയ്ക്ക് 600 രൂപ വില കൊടുക്കണം. അപ്പോൾ ഇതിനുള്ള ഫണ്ടിങ്ങിനെ സംബന്ധിച്ച് അവിടെ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ആളുകൾ, അപ്പോൾ അവരോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ പൈസ വരുന്നത്. പറഞ്ഞ് 2000, 3000, 4000 പേർക്കുള്ള ഭക്ഷണം ഒന്നിച്ച് സ്പോൺസർ ചെയ്യുകയാണ്. ഖത്തറിൽ നിന്നൊക്കെയാണ് സ്പോൺസേഴ്സ് വരുന്നത്. ഖത്തർ എന്ന് പറയുന്നത് മത തീവ്രവാദത്തിൻ്റെ ലോകത്തിലെ എക്സ്പോർട്ടേഴ്സാണ്. അവിടെ നിന്നൊക്കെയാണ് ഈ സ്പോൺസേഴ്സ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ജുനൈദ് എന്ന് പറഞ്ഞാൽ അവിടെ ബിരിയാണി വെച്ച് വിളമ്പിയ ഒരു സുഹൃത്തുണ്ട്. 10,000-കണക്കിന് ആളുകൾക്ക് ബിരിയാണി വെച്ച് വിളമ്പി. അപ്പോൾ അദ്ദേഹത്തോട് UP ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ട്, UP കാരനാണ്, നിങ്ങൾക്ക് ഇത് വെച്ച് വിളമ്പാനുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പം ഈ സാധനത്തിന് ഇവർക്ക് ഈ ഭക്ഷണം ഇതുപോലെ ജുബിലിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണം, അപ്പോൾ ഈ പറഞ്ഞ ചെറുപ്പക്കാരെ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പെരുമാറുന്നവരെ, ഡാൻസ് കളിക്കാനും മറ്റ് താല്പര്യങ്ങൾക്കും അവിടെ എത്തുന്നവരെ അവിടെ നിലനിർത്തണമെങ്കിൽ രുചികരമായ ഭക്ഷണം വേണം. ഇവരെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഏകദേശം ഈ ടൈപ്പ് സാധനങ്ങളാണ്. അതിങ്ങനെ മുടക്കാതെ കിട്ടുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, കേരളത്തിൽ നിന്ന് പോയ 5 ചെറുപ്പക്കാർ 5-6 ദിവസമായിട്ട് അവിടെ താമസിക്കാം. അപ്പോൾ അവർ പറഞ്ഞത് നല്ല സുഖമായ ഭക്ഷണം കിട്ടും. അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അത്രയും നല്ല ഭക്ഷണം അവരെ കൊണ്ട് വാങ്ങിക്കഴിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് അവിടെ സപ്ലൈ ചെയ്യണമെങ്കിൽ
അതിൻ്റെ പണം ആരാണ് കൊടുത്തത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി സെലിബ്രിറ്റികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇവിടെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഈ പറഞ്ഞ സെലിബ്രിറ്റികൾ ആരും പണം കൊടുക്കാതെ ഒരു കാര്യവും ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇവരെ ഉദ്ഘാടന പരിപാടികൾക്ക് പോകുന്നു, ടെക്സ്റ്റൈൽ ഉദ്ഘാടനത്തിന് പോകുന്നു, ജുവലറി ഉദ്ഘാടനത്തിന് പോകുന്നു, എവിടെ പോയാലും ഇവർ പൈസ വാങ്ങിക്കും. ഇനി ഞാൻ പ്രവർത്തിക്കുന്ന കോളേജിലൊക്കെ പിള്ളേർ ഇങ്ങനെ ഇവരെ വിളിച്ചോണ്ട് വരുന്ന സമയത്ത് അവർ വിളിച്ചോണ്ട് വരികയാണെങ്കിൽ ഈ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്ന ആൾ ചോദിക്കുന്ന പൈസയും കൊടുത്ത് കൊണ്ടുവരണം. എനിക്ക് ഓർമ്മയുള്ള സംഗതി, ഞാനൊക്കെ പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് ഒരാളെ കൊണ്ടുവന്നത്, അദ്ദേഹം ഒരു സിനിമയിൽ എന്തോ ജാവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സീൻ മാത്രം അഭിനയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അവിടെ വന്നതിന് 50,000 രൂപയാണ് പിള്ളേർ അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് കൊടുത്തത്. ഞാനോട് നിങ്ങൾ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും? അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ പാർട്ടി അവരെ സഹായിക്കാമെന്ന് പറഞ്ഞത്. കാരണം ഈ പറയുന്ന ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചാൽ മാത്രമാണ് അടുത്ത വർഷം അവർക്ക് ഇലക്ഷനിൽ അവരെ ഭരിക്കാൻ ഏൽപ്പിച്ചതിൻ്റെ പേരിൽ അവരുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമായിട്ട് അവർ ആ വിദ്യാർത്ഥികളുടെ മുമ്പ് അവതരിപ്പിക്കുന്നത് ഞങ്ങൾ ഇന്ന ആളെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭരണകാലത്ത് സെലിബ്രിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം ആളുകൾ അവിടെ എത്തിയില്ലെങ്കിൽ അത് അവരുടെ വലിയ ഭരണപരാതിയാണ്. ഇതൊക്കെയാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ ഞാനതിന് കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ വരുന്ന എല്ലാ കൂട്ടരും അതിന് മുൻപിരുന്ന ഒരു പ്രിൻസിപ്പൾ, അദ്ദേഹം ഒരു പുരോഹിതനാണ്. അപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു പറ്റില്ല, അങ്ങനത്തെ ആൾക്കാരൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, നല്ല സ്വഭാവ നടന്മാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സ്ഥലത്ത് പിന്നെ ഷൂട്ടിംഗ് നടക്കുന്നു, അവിടെ ഒരു സ്വഭാവം, കത്തിയൊക്കെ താഴെ ഇടിക്കുന്ന ഒരു സ്വഭാവ നടൻ അവിടെ അഭിനയിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ചോദിച്ചു, ഞങ്ങളുടെ കോളേജിലൊന്ന് ജസ്റ്റ് ഇട സമയത്ത് വരാമോ? അപ്പോൾ അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായിരുന്നു, 25,000 രൂപയും കൊടുത്തിട്ട് ഡ്രൈവറെ വിടാമെങ്കിൽ ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. ഇത് 10-15 വർഷം മുമ്പത്തെ കാര്യം കേട്ടോ. ഇപ്പോൾ റേറ്റൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഇത്തരം ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവർ കൃത്യമായിട്ട് പണം വാങ്ങിയിട്ട് അത് ചെയ്യുള്ളൂ. അങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടുന്ന് വന്നു? അല്ല ഇവരുടെ സാമൂഹ്യ പ്രതിബദ്ധത സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇവർ ഇമാതിരി ഒച്ച ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ ഒരു ആശാ വർക്കേഴ്സിന്റെ സമരം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം നടന്നത്, പച്ച പാവങ്ങളാണ് സമരം ചെയ്തത്. അവരെയൊക്കെയാണ് പാവങ്ങൾ എന്ന് വിളിക്കേണ്ടത്. മറ്റേ അവിടെ ഡൽഹിയിൽ സമരം നടന്ന വിദ്യാർത്ഥികളെ കുറിച്ച് പാവം വിദ്യാർത്ഥി എന്നൊക്കെ, പാവം എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുടുംബം പറ്റാൻ വേണ്ടി വിഷമിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള അമ്മമാരൊക്കെയാണ് ഈ നീറ്റ് പരീക്ഷ എഴുതാനൊക്കെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇവരിങ്ങനെ പിന്നെ ആശാവർക്കറാന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും പോയി കൂലിപ്പണി ചെയ്ത് ഉണ്ടാക്കുന്ന പണം ഉപയോഗിച്ച് തീറ്റി പോറ്റുന്ന പിള്ളേരാണ് ഈ പറയുന്ന നീറ്റ് എക്സാമിനേഷനൊക്കെ എഴുതുന്ന ആളുകൾ. അതായത് നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന ആളുകളുടെ അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പരീക്ഷ പ്രിപ്പറേഷൻ്റെ ഒക്കെ ഫിനാൻസിൻ്റെ സോഴ്സ് ആയിട്ടുള്ള ആളുകൾ സമരം ചെയ്തപ്പോൾ എന്തെങ്കിലും ഇതിന് പ്രതികരണം നിങ്ങൾ ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നു? ഏതെങ്കിലും സെലിബ്രിറ്റി അവിടെ പ്രതികരിക്കാൻ പോയതായിട്ട് നമ്മൾ കണ്ടിരുന്നു? ഇവിടെ PSC എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമാണ്. ഡൽഹി നടക്കുന്ന കാര്യത്തിന് പ്രതികരിക്കാൻ പോകുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ പോകുന്നില്ല? അല്ലെങ്കിൽ നമ്മുടെ മഹാരാജാവിൻ്റെ പോലീസ് ചെറുപ്പക്കാരെ, ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞത് ചെറുപ്പക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ രാജാവിൻ്റെ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തിയില്ലേ? അന്ന് തല്ലുകൊണ്ട് ആളുകൾ റോഡിൽ കിടന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ, ആ പിള്ളേരുടെ കണ്ണിലെ കണ്ണീരൊന്നും ഇദ്ദേഹത്തെ ബാധിച്ചില്ലേ? അപ്പം ഞാൻ ഇതിൻ്റെ ഏതെങ്കിലും രാഷ്ട്രീയ വശമല്ല പറയുന്നത്, ഇതിൽ പ്രതികരണത്തെ സംബന്ധിച്ച്. അപ്പോൾ എനിക്ക് സൗകര്യം ഉണ്ടല്ലോ ഞാൻ പ്രതികരിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പ്രതികരിച്ചാൽ മതി, ഞാനത് ചോദ്യം ചെയ്യാൻ ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ പ്രതികരിച്ചതിന് പൈസ കിട്ടിയോ? ആ കിട്ടിയെങ്കിൽ അത് എവിടുന്നാണ് പൈസ വന്നത്? ഇത്ര ഒരു കാര്യമുള്ളൂ. മാത്രമല്ല ഇവരുടെ ഒക്കെ കേസുകളൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ എത്തുന്നത് സുപ്രീം കോടതിയിൽ ഏറ്റവും വില കൂടിയ അഭിഭാഷകരാണ്. ഒരു തവണ കോടതിയിൽ ഒന്ന് അപ്പിയർ ചെയ്യണമെങ്കിൽ 50 ലക്ഷം 1 കോടി രൂപ വാങ്ങുന്ന അഭിഭാഷകരാണ് ഈ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നവർ. ഇവർക്കുള്ള പണം എവിടുന്നും വരുന്നു? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കേണ്ടതാണ്. ഇത് വലിയ ഹ്യൂജ് ഫണ്ടിങ്ങോടുകൂടി നടന്നിട്ടുള്ളൊരു സംഗതിയാണ്. അല്ലാതെ ആ പാർട്ടി സമരം നടത്തിയ സ്ഥലത്ത് ടെൻറ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടിട്ടോ ഇതിനെ വിലയിരുത്തരുത്. ഇതിൻ്റെ പുറകിൽ വലിയ തോതിലുള്ള ഫണ്ടിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു വിഷയമാണ്. ഇനി ചിലർ പറയുന്ന ഇവിടെ മന്ത്രിമാർ രാജിവെച്ച ചരിത്രത്തിലെ ശാസ്ത്രിജി രാജിവെച്ച ഒരു കഥ നമ്മളെല്ലാ കാലത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ശാസ്ത്രിജിയുടെ രാജി എന്ന് പറയുന്നത്. ആരാണ് ശാസ്ത്രിജി? അദ്ദേഹം ഒരു ഗാന്ധിയനാണ്, കറകളഞ്ഞ ഗാന്ധിയനാണ്. ആരാണ് ഗാന്ധിജി? ഈ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഈ ഭരണം വെച്ച് നീട്ടിയപ്പോൾ അദ്ദേഹം എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. കാരണം ഭരിക്കുക എന്ന് പറയുന്നതും അദ്ദേഹം ചെയ്യുന്നത് പോലത്തെ ഒരു സമാധാന സമരം നയിക്കുക എന്ന് പറയുന്നത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഭരണം എന്നുള്ള രാജ്യതന്ത്രമാണ്, രാജതന്ത്രമാണ്. ഈ രാജതന്ത്രം പരിചയമില്ലാത്ത ആളാണ് ശരിക്കും ഈ ശാസ്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹം ചാടിപ്പിടിച്ച് രാജിവെക്കാൻ പോയത്. രാജിവെക്കുക എന്നുള്ളത് ഒരു കാര്യത്തിനും സൊല്യൂഷനല്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ പരീക്ഷ നടന്നു. ഈ പരീക്ഷയിൽ ആരെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം. അല്ലാണ്ട് മന്ത്രി രാജിവെക്കുക എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്കറിയാം. ഇനി ശാസ്ത്രജ്ഞയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്ക ഭാഗമായിട്ട് അദ്ദേഹം രാജിവെച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പവർ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഇദ്ദേഹം താഷ്കൻഡിൽ വെച്ച് ദുരൂഹമായി മരിക്കുകയും പിന്നീട് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ആൾ അധികാരം കൊണ്ട് പോവുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ നിഷ്കളങ്കത കൊണ്ട് തന്നെയാണ്.
അത്തരം നിഷ്കളങ്കത കൊണ്ടൊന്നും ഒരു രാജ്യം കൊണ്ട് നടക്കാൻ പറ്റില്ല. രാജാവിന് തന്ത്രങ്ങൾ അറിയണം. കാരണം പുറകിൽ ഇരിക്കുന്നവൻ ഏത് നിമിഷവും അയാളെ മാന്തി വലിച്ച് താഴെയിട്ട കസേരയ്ക്ക് അറിയാൻ ഇരിക്കുന്നവനാണ്. ഈ വിദ്യാർത്ഥികൾ കുറേ ദിവസം അവിടെ സമരം നടത്തിയവരെ കാണാത്ത ആളുകൾ പിന്നീട് സമരം കുറച്ച് മൂത്ത് കഴിഞ്ഞപ്പോൾ ഓടിപ്പാഞ്ഞ് വന്നത് യുവന്മാരെ ഉപയോഗിച്ച് ആ കസേരയിൽ ഇരിക്കുന്ന ആളെ ഇളക്കി താഴെ ഇട്ടിട്ട് എനിക്ക് അവിടെ കയറി ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കസേര ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ കസേരയുടെ കാലുകൾ അവിടെ മുറുക്കി പിടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് തന്ത്രവും പരിപാടികളും ഒക്കെ ആവശ്യമുണ്ട്. ആരെങ്കിലും പറയുമ്പോൾ ഉടനെ രാജിവെച്ച് ഇറങ്ങി പോവുക എന്നുള്ളതല്ല അതിൻ്റെ രീതി എന്ന് മനസ്സിലാക്കുക. അപ്പം നീറ്റിനെ സംബന്ധിച്ച് അന്ന് എടുത്ത നടപടികൾ വളരെ കൃത്യമായിട്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് തന്നെയാണ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് കണ്ടുപിടിച്ചത്. അതിനെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടന്നു. പിന്നീട് അത് CBIക്ക് കൊടുത്തു. 13 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ട കാര്യം. അല്ലാണ്ട് മന്ത്രി രാജിവെക്കുക എന്നുള്ളതല്ല സംഭവിക്കേണ്ട കാര്യം. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഇസ് എ ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ട. അപ്പോൾ ഈ ക്ലിയർ പൊളിറ്റിക്കൽ അജണ്ടയുമായി വിദേശത്തിരുന്ന് ഒരു പാർട്ടി രൂപീകരിക്കും. ഇവിടുത്തെ ഒരു പ്രതിപക്ഷ കക്ഷികൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെ നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടെ പ്രതിപക്ഷ കക്ഷികളുണ്ടല്ലോ, ഇവരാരും ഇത് ഏറ്റെടുത്തില്ലല്ലോ. ഇത് ഏറ്റെടുത്തത് വിദേശത്തിരുന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയ ആളുകൾ, രാജ്യത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജുകൾ അയച്ചടക്കം പ്രവർത്തിച്ച ആളുകൾ, കേരളത്തിൽ നിന്ന് സമരത്തിന് പോയവർ, ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് സമരത്തിന് വന്നവരെ, കാശ്മീരിൽ നിന്ന് സമരത്തിന് വന്നവര്, അപ്പം ഇത്തരം ആളുകളെല്ലാം ഒന്നിച്ച് പെട്ടെന്ന് അവിടെ ഓടിയെത്തുകയാണ്. അപ്പം അത് ഓടിയെത്തുന്നത് എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നമ്മൾ സംശയിച്ചാൽ അതിന് നമ്മളെ കുറ്റം പറയാനാവുമോ? കാരണം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമുഖ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും ഈ സമരത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അവസാനം അവർക്ക് മുതലാക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ അവർ ചാടി വീഴുന്നു. ഇന്നിപ്പോൾ പാർലമെൻറ്റ് കിടന്നുകൊണ്ടും ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ഇനി അതിനിടയിലൂടെ ഞാൻ ഹിന്ദുവിൽ വായിച്ചൊരു ന്യൂസാണ്. അതിൽ IITMൻ്റെ ഡയറക്ടർ ഇപ്പോഴത്തെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി ഒരു 6 അംഗ പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള എക്സ്പേർട്ട്, രാജ്യത്തെ ഏറ്റവും എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടുകളെന്ന് നമുക്ക് പറയാവുന്ന ഏറ്റവും മുൻനിരയിലുള്ള കുറച്ച് ആളുകളെയാണ് അതിനകത്ത് ഇട്ടിട്ടുള്ളത്. അതിലൊരെണ്ണം നമ്മുടെ IIT മദ്രാസിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് V. ഖമോകോത്തി എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസ്തതയാണ് പരമപ്രധാനമായ കാര്യം. ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആളുകളെ ഉൾപ്പെടുത്താതെ ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, അതിൻ്റെ എക്സ്പേർട്ടാണ്. AI കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഏത് AI വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയാലും അതിൻ്റെ ഫൈനൽ പ്രിന്റ് ഒരാൾ ചെക്ക് ചെയ്തേ മതിയാവൂ. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇത് ഒരു ഭാഷയിലല്ല, ഇംഗ്ലീഷിൽ മാത്രമല്ല, 12 ഭാഷകളിൽ വേറെയും ഈ പരീക്ഷ നടത്തേണ്ടതുണ്ട്. ഈ ചോദ്യപേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുന്ന അധ്യാപകരാണ്. ശാസ്ത്രാധ്യാപകർക്ക് ശാസ്ത്ര പേരുകൾ അറിയൂ. അപ്പം അത്തരം ആളുകളാണ് അത് ചെയ്യുക. അപ്പം ഈ 12 പേര് അത് കണ്ടിരിക്കുന്നു. അപ്പം ഈ 12 എത്ര ചുരുങ്ങിയാലും ഒരു 10, 20, 25 ആളുകൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടേ പറ്റൂ. ഈ കാണുന്നവന് ഇത് കട്ടെടുക്കില്ല എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യം എന്നാണ് ഈ വളരെ സീനിയർ ആയിട്ടുള്ള ഈ അധ്യാപക ശ്രേഷ്ഠൻ പറയുന്നത്. അദ്ദേഹം ഒരു IITയുടെ ഡയറക്ടർ ആയിട്ടുള്ള ആളാണ്, സീനിയർ പ്രൊഫസറാണ്. അപ്പം ഇത് നമ്മളുടെ ഈ സമൂഹത്തിൽ മൊത്തമായി സംഭവിച്ച മൂല്യച്യുതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറയുന്ന സാധനം വലിയ പണം മുടക്കി കുട്ടികൾ ഇപ്പം എൻട്രൻസ് കോച്ചിങ്, മെഡിക്കൽ എൻട്രൻസ്, CA ചാർട്ടേഡ് അക്കൗണ്ടൻസി, അതിനു വേണ്ടിയിട്ടുള്ള എൻട്രൻസ്, IITMലേക്ക്, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, IIMലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇത് വലിയൊരു കച്ചവടമാണ്. ഈ കച്ചവടത്തിനകത്ത് എന്ത് അഴിമതിയും അവർ ചെയ്യും. ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന് പ്രശസ്തി കിട്ടാൻ വേണ്ടി ഏത് ചോദ്യപേപ്പറും ചോർത്തിയെടുത്ത് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത് അവരെല്ലാം പരീക്ഷ പാസ്സായെന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ട് അടുത്ത വർഷം കൊയ്ത് കൂട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതിനകത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും മികവുറ്റ അധ്യാപകരെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാനൊക്കെ പഠിപ്പിച്ച കോളേജുകളിൽ നിന്ന് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിലേക്ക് സർവീസിലുണ്ടായിരുന്ന അധ്യാപകരെ അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ 10 ഇരട്ടിയോ അതിൽ കൂടുതലോ കൊടുത്ത് കൊണ്ടുപോയ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളെ എനിക്കറിയാം. അപ്പോൾ ഇവർ ഏറ്റവും മിടുക്കരായിട്ടുള്ള അധ്യാപകരാണ്. ഞാനീ പറയുന്ന ആളുകൾ ആരും അഴിമതിക്കാരൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ വലിയ ആർത്തിയുള്ള ആളുകൾ കണ്ടേക്കാം. ഒരുപക്ഷെ ഇവർ ഏറ്റവും മിടുക്കരായിട്ടുള്ള അധ്യാപകർ എന്ന നിലയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സായിട്ട് അവർ സെലക്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ സ്ഥാപനത്തിന് പേര് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തേക്കാം. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതും ഒക്കെ അധ്യാപകരുടെ വഴിക്ക് തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ. അപ്പം ഇത്തരം ആളുകളുടെ വിശ്വസ്തതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻട്രൻസ് കോച്ചിങ് പോലത്തെ സംഗതികൾ വലിയ ബിസിനസ്സായി വരുമ്പോൾ ഒരിക്കലും റെഗുലർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇത്തരം സെന്റേഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു ചുമതലയാണ്. റെഗുലർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ തന്നെ വേണം. ഇത്തരം സ്ഥലങ്ങളിലേക്ക് ജോലി എടുക്കാൻ പോകുന്നവരാണ്, അവർ ജോലി വേണ്ടെന്ന് വെച്ച് പോയിക്കോട്ടെ. അപ്പം പിന്നെ അവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വരില്ല. റെഗുലർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്
ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് പോലത്തെ കാര്യങ്ങളിലേക്ക് വരുന്നത്. അവരെ ഇങ്ങനത്തെ ഡ്യുവൽ പണികൾ ചെയ്യുകയാണെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങും ഈ മറ്റേ അവർ പഠിപ്പിക്കുന്ന കോളേജിലെ പണികളും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പണിയും ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ കോളേജ് പ്രൊഫസേഴ്സാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇവരെ ഒരേ മാതിരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ബ്രൈബിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. വേറൊന്ന്, ഈ രാജ്യം സംഭവിച്ചിട്ടുള്ള ലോലെസ്നെസ് ആണ്. ഈ പറയുന്ന CJP അവിടെ കാണിച്ച ഒന്നാന്തരം ലോലെസ്നെസ് ആണ്, നിയമവാഴ്ചക്കെതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ നിയമവാഴ്ചക്കെതിരായിട്ടുള്ള പ്രവൃത്തിയും നിയമവാഴ്ചകളും ഒന്നിച്ചു പോവില്ല. അപ്പൊ ഈ പറയുന്ന ഗാന്ധിയൻ സമരത്തിന്റെ ഒരു മുറയും ഈ ആഭാസ നൃത്തങ്ങളോട് ഒന്നിച്ചു പോകുന്ന സംഗതിയല്ല. അങ്ങനെ അത് കൂട്ടിക്കലർത്താൻ ശ്രമിക്കുമ്പോൾ അത് സമൂഹത്തിലെ അനാർക്കിയാണ് കാണിക്കുന്നത്. അങ്ങനെ സമൂഹത്തിൽ അനാർക്കി ഉണ്ടാവുന്ന സമയത്ത് അത് ഒരു ഭാഗത്തെ മാത്രമേ ബാധിക്കൂ എന്ന് വിചാരിച്ചു കളയരുത്, അത് മുഴുവൻ സ്ഥലങ്ങളെയും ബാധിക്കും. നമ്മുടെ സംഗതിയെ സംബന്ധിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം കറപ്റ്റാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം കറപ്റ്റ് ആവുന്ന സമയത്ത് അവരാണ് ഭരിക്കുന്നവർ. ആ അഴിമതിയുടെ ഭാഗം എല്ലാ സ്ഥലത്തേക്കും, അധ്യാപനത്തിലേക്കും വിദ്യാർത്ഥികളിലേക്കും എല്ലാം ഊർന്നിറങ്ങുക എന്നുള്ളത് വളരെ സ്വാഭാവികമായ സംഗതിയാണ്. ഇത് വ്യാപകമായ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ ഇത് വളരെ പരിചയമുള്ള സംഗതിയാണ്. സമരം നടത്തുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരേ ആളുകളാണ്. തെമ്മാടത്തിന് കാണിക്കുന്നവരെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. എല്ലാത്തരം അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്ന ഗവൺമെൻറ്റാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇരിക്കുന്ന സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മുഴുവൻ പൊളിറ്റീഷ്യൻസ് ആണ്. ഏത് അധ്യാപകൻ എന്ത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്ങിന് പോലും ആളുകളെ സെലക്ട് ചെയ്യുന്ന പാർട്ടി വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയ്ക്കും എല്ലാത്തരം കാര്യങ്ങൾക്കുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സമൂഹത്തിൽ മൂല്യമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ന് രാഷ്ട്രം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഇപ്പം ഞാനവിടെ സമരം കണ്ട ഈ സ്വന്തം സ്ഥാപനങ്ങളിൽ നിയമം മൂലം സമരം നിരോധിച്ച ആളുകൾ പോലും അവിടെ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അത്രയും ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്നവർ, അല്ലെങ്കിൽ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നവർ, ഈ സമൂഹത്തിന് വെളിച്ചം നൽകുമെന്ന് വിചാരിക്കുന്നവർ പോലും ഇത്തരം ആഭാസങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മളുടെ രാജ്യം മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.